പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വിട്ട സമയത്ത് നല്ലപോലെ പഠിച്ചിരുന്നെങ്കിൽ ഇംഗ്ലീഷ് പത്രം മുഴുവനും വായിക്കാം. ഇനിയിപ്പോൾ പടം നോക്കുക തന്നെ ചെയ്യുക, അല്ലാതെ പിന്നെ വേറെ എന്തോ ചെയ്യാൻ. കൊച്ചാണെങ്കിൽ തൊട്ട് പോലും നോക്കില്ല എന്നുള്ളതാണ്. പിള്ളേരെ അതിനൊക്കെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണ തന്നെ വെറുതെ. സാറേ, ഓ ഞാൻ വരും. നീ വണ്ടി ഒരു 10 മണിക്ക് ഞാൻ വണ്ടി നോക്കാൻ വരും. ആ ബുക്കും പേപ്പറിൻ്റെ കോപ്പിയെല്ലാം വേണം. അല്ല, ഒറിജിനൽ കണ്ട അതാണ് നല്ലത്. ഇവിടെ വണ്ടി പേപ്പർ ഭാഗമല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കച്ചവടം നടത്തും. ഇല്ല നീ ആദ്യം കച്ചവടം നടക്കട്ടെ, എന്നിട്ട് കമ്മീഷൻ്റെ കാര്യം പറയാം. പോവാ. ഇന്നലത്തെ കമ്മീഷനൊക്കെ കറക്റ്റായിട്ട് ഞാൻ തന്നില്ലേ? എടേ നീ കമ്മീഷൻ ഞാൻ തരുമല്ലോ. കച്ചവടം നടക്കട്ടെ, കയറിപ്പോ. അല്ലേ ഇവിടെ ഞാൻ വരും. ശരി എത്തിക്കോളാം. ഓ കച്ചവടം നടക്കണ്ട, അതിന് മുമ്പ് അവന് കമ്മീഷൻ്റെ കാര്യമാണ് അത്യാവശ്യം. ഭക്ഷണം ഞാൻ ഇച്ചിരൂടെ കഴിഞ്ഞിട്ടേ കഴിക്കണുള്ളൂ. എന്താ പറയുന്നത്? എന്താണെന്ന് ഒന്നുമില്ലാത്തോണ്ടാണ് സൗണ്ട് കേട്ടത്. പൊട്ടിക്ക്, ദിവസം പൊട്ടിക്ക്. ഇന്നലെയും ഗനഞ്ഞാന്നും ഒക്കെ കേട്ട് ഈ ശബ്ദം. ഓ എന്റെ തങ്കം, എന്താന്നടി പൊട്ടിയത്? എന്താന്ന് പൊട്ടിച്ചാണ്? ഒന്നുമില്ല. ദിവസം പോലെ സാധനങ്ങൾ എടുത്ത് പൊട്ടിക്കലും തറയിലടിക്കലും ആയിക്കൂടാത്തത്. ഓർത്ത് അവിടെ കഷ്ടപ്പെടാൻ കിടക്കല്ലേ. ഇന്നലെ 10-15,000 രൂപ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് തീരണവരെ ഇവിടെ ഉള്ള സകല സാധനവും അവൾ പൊട്ടിക്കും. പെണ്ണുങ്ങളായ കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്തം വേണം. എന്താ ഒന്നും പോകാൻ കാണിച്ചോണ്ടിരിക്കണത്? പുതിയ പ്ലേറ്റ്, ഇന്ന് പ്ലേറ്റ്, ഇന്നലെ ഗ്ലാസ് ആയിരുന്നു, ഞാൻ ചട്ടിയായിരുന്നു, അതിന് മുമ്പത്തെ ദിവസം കലമായിരുന്നു. ഇനി എന്താന്നുണ്ട് ബാക്കി പൊട്ടിക്കാൻ ഇവിടെ? ക്ലീറ്റോ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. നിന്റെ കൈക്ക് എന്തടി ഇതുവരെ ബലമില്ലേ? അത് പിന്നെ ധൃതിക്ക് കഴിയുമ്പോഴത്തേനും തീട്ടി പോവില്ലേ? ധൃതിക്കാ? നിനക്ക് ധൃതി കാണിക്കേണ്ട കാര്യം എന്ത്? നീ ഇത് കഴിഞ്ഞിട്ട് IAS പണിക്കൊന്നും പോകണില്ലല്ലോ. അതല്ല, സമയം തികയണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ നേരത്തെ എഴുന്നേക്കണം. പെണ്ണുങ്ങൾ എഴുന്നേറ്റിട്ട് സാവധാനത്തിൽ പണികൾ ചെയ്യണം. ഇത് എങ്ങനെ 7 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് ചാടി പടച്ച് എണീറ്റിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് പിന്നെ എല്ലാം തട്ടി പൊട്ടിച്ച്. എന്തുവാ ഡാഡി രാവിലെ എന്താടി നിനക്ക് കുഴപ്പം? പഠിക്കാൻ പറ്റുന്നില്ലേ? രാവിലെ അമ്മയിട്ട് ഇങ്ങനെ ഇത് കണ്ടാ? നീ ഇത് കണ്ടാ? ഡാഡി മോശമൊന്നല്ലല്ലോ. ഇന്നാളെ ഒരു ഗ്ലാസ് പൊട്ടിച്ചില്ലേ? ഞാൻ ഏത് ഗ്ലാസ് പൊട്ടിച്ചടി? അലമാരയുടെ ഗ്ലാസ് തള്ളിയിട്ട് പൊട്ടിച്ചില്ലേ? അത് അലമാരയുടെ കാല് ബലമില്ലാത്തോണ്ടാ. പോയത് പടിയടി. അവള് കഥ ഉണ്ടാക്കാൻ വന്നേക്കണം. ഇത് ഇതുപോലെ തന്നെ പാഴായി പോവുകയുള്ളൂ ഈ പെണ്ണ്. ഒരു പ്ലേറ്റിന്റെ വില എത്രയാണെന്ന് അറിയാമോ? ഇത് 260 രൂപയാണ് ഈ പ്ലേറ്റിന്റെ വില. നിനക്ക് നിസ്സാരം. ഇനി ഞാൻ അടിച്ചു കൊണ്ട് വെച്ചേക്കണ ഈ കുറച്ച് പൈസ, അത് ഇനി ഇങ്ങനെ ഇതൊരു പ്ലേറ്റ് ആകുമ്പോൾ 250, 2 ഗ്ലാസ് ആകുമ്പോൾ അടുത്ത 100 രൂപ. അതെ, 250 രൂപ വിലയെങ്കിലേ ഞാൻ ഉണ്ടാക്കിയതാ. എനിക്ക് ഇഷ്ടമുള്ള പോലെ പൊട്ടിക്കും. നിങ്ങൾ എന്താ കിടന്ന് കുറെ നേരം കുറയ്ക്കണം? ഞാനൊന്നും മിണ്ടാത്തോണ്ടാണോ? പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ആണ്ട് സംക്രാന്തിക്ക് കുറച്ച് പൈസയും കൊണ്ട് വരും. എന്നിട്ട് അതിന്റെ അഹങ്കാരം. അറിയാതെ പൊട്ടിയതാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതെത്ര മനസ്സിലാവാൻ പാട്? അറിയാതെ പൊട്ടിയെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കുറച്ചൊക്കെ സൂക്ഷിക്കണം. ഞാനേ ഇനിയും പൊട്ടിക്കും. നീ പൊട്ടിക്കോടി. പൊട്ടിക്കും. ഇനി നീ പൊട്ടിക്കും. നിന്നെ അടുത്ത് ഞാൻ കിണറ്റിയിടോടി. പൊട്ടിക്കും പോലെ അവള്. അമ്മായി ഇറങ്ങട്ടാ. അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാലോ? അമ്മ, അയ്യോ നിക്കടാ, ഞാൻ ദാ വരുന്നേ. ഒറ്റ മിനിറ്റ്. ദാ വന്ന് ഇറങ്ങിയാ? അതെ, പൈസ ഉണ്ടോ കയ്യില്? എന്തിനാ നിനക്കിപ്പോ പൈസ? ഉണ്ടെങ്കിൽ ഒരു 15,000 രൂപ. അയ്യോ, എല്ലാം കൂടെ നുള്ളി പറിക്കാ ഒരു 500 രൂപ കാണും. 500 രൂപ ഉണ്ടെന്ന് കാര്യമില്ലമ്മ. പിന്നെ ഒരു 15,000 രൂപ വേണം. എന്തൊന്നുമില്ല നിനക്ക് ഇപ്പൊ ഇത്രയും രൂപ? എനിക്കല്ല, ആ ഫാസിലെ ഈ പെരുന്നാളായിട്ട് അവൻ്റെ വൈഫിന് പണയം വെച്ചിരുന്ന സ്വർണ്ണം എന്തോ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവനെന്തോ വേറെ റോളിങ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എന്നോടുണ്ടാവുമെന്ന് ചോദിച്ചു. എൻ്റെ മോനെ എന്തോ ചെയ്യാനാ? ഇപ്പം പൈസ ഒന്നും ഇപ്പം കയ്യിരിപ്പില്ല. അല്ല, കുറച്ചുണ്ടായിരുന്നത് ഞാൻ അഴകേശനെടുത്ത് കൊടുത്തില്ലേ? അല്ല, ഇവിടെ വേറെ പൈസ ഇരിപ്പുണ്ടല്ലോ. അതെങ്ങനെയാടാ? ഇനി ചിട്ടി പിടിച്ചെങ്കിലല്ലേ ഉള്ളൂ. ഉള്ള കൂടെ പറക്കി ചിട്ടിക്കും കൊടുത്ത്. ഇനി ബാക്കി ആകെ ഞാൻ ഇനി ഒരു 500 രൂപയേ ഉള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇല്ല,
ഉണ്ടെങ്കിൽ പിന്നെ അവൻ നമ്മളെ ചെറുക്കനല്ലേ കൊടുക്കണ്ടേ? അപ്പം പിന്നെ അവൻ വേറെ എന്തെങ്കിലും ചെയ്യട്ടല്ലേ? അല്ല, ഒരു കാര്യം ചെയ്യ്, നീ കൂടെ ശ്രമിച്ച് ആരെയെന്തെങ്കിലും അവനൊന്ന് മറിച്ച് കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അത് കഷ്ടമാണ്. ആ എന്നാ ശരി, എന്നാ ഇറങ്ങാം. അന്ന് ഇറങ്ങ്. ഒപ്പിച്ച് കൊടുക്കണം കേട്ടോ എങ്ങനെയെങ്കിലും. എൻ്റെ എന്നാ റൈസ് ചെയ്തേ. ഓ മതി. ഓഫ് ചെയ്തോ. എൻ്റെ പോലോ വണ്ടി കൊള്ളാം. വണ്ടി നല്ല അസൽ. ഇതാണ്ട ബ്രീത്തർ പൈപ്പിലൂടെ ഉണ്ടല്ലോ പുക, പ്രഷർ കുക്കറിൽ നിന്ന് വരും പോലെ വരുന്നുണ്ട്. പിന്നെ പുകയില്ലാത്ത വണ്ടിയുണ്ടോ? നീ എന്തോ നീ കാര്യം? എടേ അത് എഞ്ചിൻ കംപ്ലൈൻ്റ് ആണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഞാൻ നോക്കിയെടുത്ത വണ്ടിയല്ലേ. അടുത്ത ഓയിൽ വരും മുകളിലോട്ട്. ഓയിൽ വരും. നിനക്ക് വണ്ടി നോക്കാൻ പണ്ടേ അറിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് എന്താണ് നീ പ്രതീക്ഷിക്കണേ? 2 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര? 2 രൂപ കിട്ടണം. 2 രൂപ. ഞാൻ പോട്ടാ. നീ എവിടെ പോകുന്നു? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ 2 രൂപ പ്രതീക്ഷിക്കുന്നല്ലേ പറഞ്ഞോളൂ. നീ നടക്കാനുള്ളൊരു വില ഞാൻ പറയട്ടാ. പറ. ഇതൊരു 1.5 രൂപയ്ക്ക് കൊടുക്കണം. നീ എന്തോടെ കേട്ടോ? ഞാൻ 1.25 ഈ വണ്ടി വാങ്ങിച്ചത്. പിന്നെ ഞാൻ 1.5 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 25,000 രൂപ നഷ്ടം വരുള്ളൂ. എന്തോന്ന് നീ എൻ്റെ അടുത്ത് തള്ളരുത് സാറേ. പക്ഷെ തള്ളിയതല്ലെന്ന സത്യമാണ്. കച്ചവടം നടക്കണോ? ഒന്നാമത് പാർട്ടിക്ക് വെള്ള കളർ വണ്ടിയാണ് വേണ്ടത്. ഈ കളർ എന്ന് വെച്ചാൽ ലിമിറ്റഡ് എഡിഷനാണ്. ഈ കളറിന് 10,000 രൂപ കൂടുതലാണ്. ഈ വണ്ടി ഇറങ്ങുമ്പോൾ 10,000 രൂപ കൂടുതലാണ് ഈ കളറിന്. അത് അടിപൊളി കളറല്ലേ കേട്ടോ? നോക്ക്. വേണ്ട, ഈ വണ്ടിയുടെ കമ്പനി ഇപ്പോൾ പൂട്ടിയ കാര്യം നിനക്കറിയാവോ? കമ്പനി പൂട്ടിയൊന്നും നീ അവിടെ പോയി പറയരുത്. സ്പെയർ പോലും കിട്ടൂല. ഞാൻ സ്പെയർ 10 വർഷത്തേക്ക് എന്തായാലും കിട്ടും. തന്നെ കിട്ടും. ഉറപ്പാണ്. ഒരു 1.5 രൂപ നിന്റെ കയ്യിൽ തരും. നീ ഒരു കാര്യം ചെയ്യും, ഒരു 1.65 നീ റെഡിയാക്ക്. നീ വിചാരിച്ച 1.60 എനിക്ക് 10 രൂപ നഷ്ടം. 1.60 കയ്യിൽ തരും. 1.65 ഞാൻ പോട്ടാ. നീ ചുമ്മാ ഒരു കാര്യം, നീ എന്തായാലും പോയി വണ്ടി കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോ. നീ ഇങ്ങനെ വിലക്ക് കിടന്ന് പിടികൂടിയാലേ വണ്ടി കാണിച്ചിട്ട് വിൽക്കാൻ വേണം. പിന്നെ എവിടെന്നെങ്കിലും ജഡം വണ്ടി എടുത്തോണ്ട് വരികയും ചെയ്യും. എന്തായാലും പാർട്ടിയെ കാണിച്ചിട്ട് വരാം. ഞാൻ ഇവിടെ നിന്നാ മതിയല്ലോ. ഇവിടെ നിന്നോ. അപ്പൊ നോക്കിയൊക്കെ പോ. ക്ലീറ്റോ ബ്രേക്ക് കുറച്ച് കുറവുണ്ട്. ബ്രേക്ക് Versus Alien.